പ്രതിപക്ഷത്തിന്റെ വിശാല സഖ്യം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ അതിന്റെ കെട്ടുറപ്പിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന സൂചന നൽകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ട്വിറ്ററിലൂടെയാണ് രാഹുൽ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലും RSSന്റെയും BJPയുടെയും പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ എന്ത് ത്യാഗവും അധികമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന്റെ വാർഷികത്തിൽ അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം BJPയും RSSും പുലർത്തുന്ന ഫാസിസത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും വിഭാഗീയതയുടെയും പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ശ്രമത്തേക്കാൾ മഹത്തരമായ ത്യാഗമൊന്നും ഇപ്പോഴില്ല എന്നും ഈ യുദ്ധം വിജയിച്ചേ മതിയാകും എന്നും സമ്മേളനത്തിന്റെ തീരുമാനമായി അദ്ദേഹം അറിയിച്ചിരുന്നു. സുരക്ഷയുടെ പ്രശ്നത്തെ പ്രധാനമന്ത്രി വൈകാരികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഔദ്യോഗിക പ്രമേയത്തിൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്നാൽ രാജ്യത്തിന്റെ ശത്രുക്കളുടെ അജണ്ടകളെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭയത്തിന്റെയും അരക്ഷിതത്വത്തിന്റെയും അന്തരീക്ഷം സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, വ്യവസായികൾ എന്നിവർക്കിടയിൽ BJPയുടെ ഭരണകാലത്ത് വ്യാപിച്ചിരുന്നു. SC/ST, OBC ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ആസൂത്രിതമായ കയ്യേറ്റം നടന്നുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തിയിരുന്നു. BJPക്ക് വ്യക്തമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ജന്മദേശത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, പ്രിയങ്ക ഗാന്ധി, AK ആന്റണി, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, ഗുലാം നബി ആസാദ്, മല്ലികാർജുൻ ഖാർഗെ, അശോക് ഗെഹ്ലോട്ട്, PC ചാക്കോ തുടങ്ങിയ 60ഓളം മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അഡാലജിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഗുജറാത്തിൽ ഉടലെടുത്ത ഗാന്ധിജിയുടെയും ആദർശവും BJPയുടെയും വെറുപ്പിന്റെ ആദർശവും തമ്മിലുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. നോട്ട് അസാധുവാക്കൽ, കാർഷിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയ അദ്ദേഹം മോദിയെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. ചൌക്കിദാർ ചോർ ഹെ എന്ന മോദി വിമർശനം അവിടെയും രാഹുൽ ആവർത്തിച്ചിരുന്നു. വേദിയിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗിനെയും ആന്റണിയെയും ചൂണ്ടി ഇവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഒരു കടലാസ് വിമാനം പോലും ഉണ്ടാക്കാൻ അറിയാത്ത വ്യവസായിക്കായി കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചയാളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. ജെയ്ഷെ ഭീകരനെ വിമാനത്തിൽ മോചിപ്പിച്ചു കൊണ്ടുപോയ ആളാണ് ഇപ്പോൾ മോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവെന്നും പരിഹസിച്ചിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ എത്തും എന്നും പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുമെന്നും രാഹുൽ ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട്. നാളെ വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന ജനമഹാറാലി രാഹുൽ ഗാന്ധിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും പാർട്ടി അധ്യക്ഷൻ സന്ദർശിക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിന്റെ തുടക്കം എന്ന നിലയിലാണ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ജനമഹാറാലി. മലബാർ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരായിരിക്കും ഇതിൽ കൂടുതലായും പങ്കെടുക്കുക. നാഗർകോവിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത ശേഷം വൈകിട്ടോടെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തും. ഇവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ അദ്ദേഹം എത്തും. രാത്രി തൃശൂർ രാമനിലയിലായിരിക്കും താമസിക്കുക. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതുൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പുരോഗതി KPCC നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും. നാളെ രാവിലെ 10-ന് തൃപ്രയാറിൽ നടക്കുന്ന മത്സ്യത്തൊഴിലാളി പാർലമെന്റാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പരിപാടി. അവിടെ നിന്ന് 12:15 ഹെലികോപ്റ്റർ മാർഗം കണ്ണൂരിലെത്തുന്ന പാർട്ടി അധ്യക്ഷൻ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളെ കാണും. തുടർന്ന് കാസർഗോഡ് പെരിയയിലെത്തി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. ഇതിനുശേഷം കോഴിക്കോട്ടെ റാലിയിൽ പങ്കെടുത്ത് ഡൽഹിക്ക് തിരിച്ചു പോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ വരവ് അണികളിൽ, നേതാക്കളിൽ എന്തായാലും ഉണർവുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.